ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾവിക്കാർക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മളെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ 40-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ ഈ വക്രതയുള്ള തലമുറ രക്ഷിക്കപ്പെടുവിൻ എന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചു വരികയായിരുന്നല്ലോ. അതിൻ്റെ 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പിൻ. ആ പദം ഒന്നുകൂടി ശ്രദ്ധിക്കൂ ദൈവമക്കളെ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആ തിരുവചന ഭാഗത്തിന്റെ അടിസ്ഥാനം നമ്മൾ ചില ചിന്തിക്കുകയുണ്ടായിരുന്നു. തുടർന്ന് നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ തന്നെ അതിനോട് ചേർന്നുള്ള അടുത്ത വാക്യം, അതായത് അശുദ്ധമായത് ഒന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന തിരുവചനം. ആ ഭാഗത്തെ നമുക്ക് ആഴമായി അല്പമായി തിരുവചന വെളിച്ചത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. അശുദ്ധമായതൊന്നും തൊടരുത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. എന്നാൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു വാക്യമായി മാറിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചു. ആ വാക്യത്തിന്റെ ഗൗരവം വളരെ ഗഹനീയമായി ചിന്തിക്കേണ്ടതാണ്. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ദൈവം ഭക്ഷണപദാർത്ഥങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ചില ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഏറ്റവും സ്പഷ്ടമായ പഠനം നമുക്ക് ലഭിക്കുന്നത് ലേവ്യ പുസ്തകത്തിൽ. ലേവ്യ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായത്തിലെ 1 മുതൽ ആ അധ്യായം മുഴുവൻ 47 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് ഭക്ഷിക്കാവുന്നവയും ഭക്ഷിക്കാൻ പാടില്ലാത്തതുമായ ജീവികളെ പറ്റി കൃത്യമായി ദൈവം നേരിട്ട് പറയുന്നു. ജന്തുക്കൾ, ഇഴജാതികൾ, മത്സ്യങ്ങൾ, പറവജാതികൾ 4ആയി വിഭാഗിച്ച് 4ലും ദൈവം പേരെടുത്ത് ജീവികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷിക്കരുതാത്തത് പേര് വളരെ കൃത്യമായി. ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരണം അധികം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. വളരെ സിമ്പിളായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗം നമുക്കുണ്ടല്ലോ. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ദയവായി ദൈവജനം വായിച്ച ആ ഭാഗം ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. പക്ഷെ അതിൽ തന്നെ നമുക്ക് 41 മുതലുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലെ 41 മുതൽ. നിലത്തിഴയുന്ന ജാതികളെയെല്ലാം അറപ്പാകും, അതിനെ തിന്നരുത്. ഉരസുകൊണ്ട് ചലിക്കുന്നവയും 4 കാലുകൊണ്ട് നടക്കുന്നവയും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി നിലത്തിഴയുന്നതുമായ യാതൊരു ഇഴജാതിയെയും നിങ്ങൾ തിന്നരുത്. അവ അറപ്പാകുന്നു. യാതൊരു ഇഴജാതിയെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്. അവയാൽ നിങ്ങൾ മലിനപ്പെടുമാറെ നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയുമരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകും. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ജാതിയെയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നാകുന്ന മൃഗത്തെയും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും വകതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും നിലത്തിഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണമാകുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ദൈവജനമെന്ന് ശ്രദ്ധിക്കൂ. അവിടെ 47-ാം വാക്യത്തിൽ പറയുന്ന ഭാഗം ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കൂ. മൃഗങ്ങളെ, പക്ഷികളെ, വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും
നിലത്തിഴയുന്ന ജന്തുക്കൾ. ഇങ്ങനെ 4ആയി വിഭാഗിച്ചിട്ട് ആ 4 വിഭാഗത്തിലും എന്തൊക്കെ തിന്നരുതെന്നും എന്തൊക്കെ തിന്നാം എന്നും ദൈവം നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഗൗരവമേറിയ വിഷയം ഇന്ന് അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ത് പറയുന്നു ദൈവമക്കൾ? വളരെ പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ ആ ആഴം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദയവായി അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഗഹനമായ പഠനം നടത്തണമെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവജനം ലേവ്യ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 47 വാക്യങ്ങൾ പലവട്ടം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ധ്യാനിക്കണം. ദൈവത്തിന് അബദ്ധം പറ്റുകയില്ലല്ലോ. അതിൽ കൃത്യമായി ദൈവം മൃഗങ്ങളെ അശുദ്ധവും ശുദ്ധവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് പഠിക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. പഴയ നിയമം നമുക്ക് ബാധകമല്ലെന്ന് പറയുന്ന വിവരക്കേട് ദൈവജനം തള്ളിക്കളയണമേ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുക. യോഹന്നാൻ നമ്മളൊരിക്കൽ ചിന്തിച്ചതാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ മനസ്സിൽ ഓർമ്മ തരുന്നത് കൊണ്ട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ നിവൃത്തിയായി എന്ന് പറഞ്ഞ തലചായ്ച്ച് കർത്താവ് മരിച്ച സംഭവത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിവൃത്തിയായി എന്ന പദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് പഴയ നിയമമെല്ലാം നിവൃത്തിയായി, അതുകൊണ്ട് ഇനി നമുക്കത് ബാധകമല്ല എന്ന് പഠിപ്പിക്കുന്ന പിശാച് ബോധിതരായ, ഞാൻ അങ്ങനെ പറയട്ടെ, പിശാചിനാൽ നയിക്കപ്പെടുന്ന ചില നേതാക്കന്മാരുടെ വിവരദോഷം എന്നല്ലാതെ എന്തു പറയുന്നു? നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ യേശു ക്രിസ്തു എന്ത് പറഞ്ഞു എന്നുള്ളതല്ലേ ദൈവമൊക്കെ. ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യൂ. അതിൻ്റെ പ്രാധാന്യം ഗൗരവമേറിയതായതുകൊണ്ടാണ് ഞാൻ എടുത്ത് ആവർത്തിച്ച് വീണ്ടും പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 17 വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്, ശ്രദ്ധിച്ചതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിലെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നത്: ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. നീക്കുവാനല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ പ്രശ്നം തീർന്നില്ലേ? ആ ഒറ്റ വാക്യത്തിന് കാര്യം തീർന്നല്ലോ. നീക്കാനല്ല വന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുമ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകില്ല. അപ്പൊ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ ഈ ന്യായപ്രമാണം നിലനിൽക്കുമെന്നും അതിന് പ്രസക്തി ഉണ്ടെന്നുമല്ലേ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മാറിപ്പോയിട്ടില്ല എന്ന് സ്പഷ്ടമല്ലേ കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട്. പിന്നെ ഇതിനെ കൂടുതൽ വ്യാഖ്യാനത്തിന് പോകേണ്ടത് നമ്മൾ ദൈവജനമെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ ആ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ 10 കൽപ്പനയാണ് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാരുടെ ബലി സംബന്ധമായോ ചില മറ്റ് ക്രമീകരണങ്ങളെ സംബന്ധിച്ചോ ഒന്നുമല്ല നമ്മൾ പറയേണ്ടത്. ആ 10 കൽപ്പന എന്നുള്ളത് ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ്. അവിടെ തുടർന്ന് പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ആകയാൽ 19-ാം വാക്യം, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അത് നീങ്ങിപ്പോയിട്ടില്ല, ന്യായപ്രമാണം നീങ്ങിയിട്ടില്ല, ഇന്നും അതിൻ്റെ പ്രസക്തി ഉണ്ട് എന്ന് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ സ്പഷ്ടമാണല്ലോ ദൈവമക്കളെ. നമ്മൾ വായിച്ച സംഖ്യാപുസ്തകത്തിൽ മൃഗങ്ങളെ പറ്റിയുള്ള ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വീണ്ടും ആവർത്തിച്ച് പരിശുദ്ധാത്മാ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം കൂടി വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ലേവ്യ പുസ്തകം തന്നെ 20-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിങ്ങനെ വായിക്കുന്നു: ആകയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധി ഉള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വയ്ക്കേണം. ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെ കൊണ്ടും പക്ഷിയെ കൊണ്ടും നിലത്തിഴയുന്ന യാതൊരു ജന്തുവിനെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത് എന്ന് കൃത്യമായി ദൈവം പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിച്ചു നോക്കൂ ദൈവമക്കളെ. അടുത്തത് അതിന്റെ 26-ാം വാക്യം കൂടി: നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന്
ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എന്ത് കൃത്യമാണെന്ന് നോക്കൂ. ഇത്ര സ്പഷ്ടമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങളെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? നമ്മളതിൻ്റെ ആഴത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുകയും എന്ത് സ്പഷ്ടമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വാക്യങ്ങൾ. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഗൗരവമായി കണ്ട് വേർപാടിൻ്റെ ആ അനുഭവത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആ വിഷയത്തിൽ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായി നമുക്ക് അതിൻ്റെ തന്നെ ഈ ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെയും ഇങ്ങനെ കാണും: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് നിന്നെ തനിക്ക് സ്വന്തമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ സംഖ്യാപുസ്തകത്തിലെ നമ്മൾ വായിച്ച ആ വാക്യവും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു നോക്കുന്നു. എന്ത് റിലേറ്റഡ് ആണെന്ന് നോക്കിക്കുകയും അതിൻ്റെ 26-ാം വാക്യവും ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും ആവർത്തിച്ച് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ വാക്യങ്ങൾ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? ദൈവമക്കളെ, വളരെ ശ്രദ്ധേയമായി വളരെ ഗൗരവമായി കാണേണ്ടതാണ്. അതുപോലെ ആവർത്തന പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ ആ വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൻ്റെ 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വളരെ ഗൗരവമായി കാണേണ്ടതല്ലേ? അതായത് അവിടെ ആ മൂന്നാം വാക്യം തുടങ്ങുന്ന മ്ലേച്ഛമായ യാതൊന്നിനെയും തിന്നരുത്. എന്നിട്ട് തിന്നാവുന്ന മൃഗങ്ങളുടെ ലിസ്റ്റൊക്കെ അവിടെ ദൈവം കൃത്യമായിട്ട് എഴുതി വെച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ദയവായി 20 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുകയും അശുദ്ധം എന്താണ്, വിശുദ്ധം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതുപോലെ ചില ഭക്തന്മാർ പറയുന്നുണ്ടല്ലോ, നമ്മുടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്: ദൈവം ശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് പറയുന്നതെല്ലാം ശുദ്ധീകരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ. അതൊരു വശത്ത് അങ്ങനെയുണ്ട്. യേശു കർത്താവ് പറഞ്ഞ വാക്യം, അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം കൃത്യമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഭോജ്യം അല്ലേ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭോജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാവുന്നവ എന്ന് കൃത്യമാണ്. ഭക്ഷിക്കരുതാത്തവ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. ഭക്ഷിക്കാവുന്ന ഏത് കാര്യവും ഭക്ഷിക്കുന്നതിന് കർത്താവ് വിരോധമല്ല. ആ അർത്ഥത്തിലാണ് കർത്താവ് പറഞ്ഞത്. തന്നെയുമല്ല, യേശു ക്രിസ്തുവോ ശിഷ്യന്മാരോ ഒരിക്കലെങ്കിലും അശുദ്ധമായ വിലക്കപ്പെട്ട യാതൊരു മൃഗത്തിൻ്റെയോ മത്സ്യത്തിൻ്റെയോ പക്ഷികളുടെയോ മാംസം തിന്നിട്ടില്ല എന്ന് കൃത്യമായി നമ്മൾ തെളിയിക്കുന്ന തിരുവചന ഭാഗം ബൈബിളിലുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പഷ്ടമായിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന തിരുവചന ഭാഗം. നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിച്ച വാക്യത്തിൽ ഇല്ലേ, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്ന ശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായി തീരും എന്ന് സർവ്വശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന വാക്യം സത്യം പറഞ്ഞ ഒരു വിശദീകരണവും ആവശ്യമില്ലാത്തവണ്ണം ആശയം ലളിതമാണ്. വീണ്ടും ജനനം പ്രാപിച്ച ലേവ്യജനം തികഞ്ഞ വേർപാട് പാലിക്കണമെന്ന് അസന്നിഗ്ധമായുടെ ബോധ്യമാക്കുന്ന വിഷയമാണ്. എങ്കിലും നമുക്ക് അല്പമായി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നത് കൊണ്ട് നമുക്ക് അല്പമായി മുന്നോട്ട് പോകാം. അശുദ്ധമായതൊന്നും തുടരുന്ന ദൈവകൽപ്പനയുള്ളപ്പോഴാണ് ഈ വിശുദ്ധന്മാരെന്ന് പ്രഖ്യാപിത ആളുകളുടെ അവശിഷ്ടങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പൂജിക്കുകയും അതിനെ സംപൂജ്യമായി കണ്ട് അതിൻ്റെ മുൻപിൽ വണങ്ങുകയും ചെയ്യുന്ന ചില പ്രക്രിയകൾ ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അശുദ്ധമായതൊന്നും തുടരുന്നത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗത്തോടുള്ള ബന്ധത്തിൽ വായനക്കാരുടെ ശ്രദ്ധയെ ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നല്ലോ. അവിടെയും അതുപോലെ ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെയും വാക്യങ്ങൾ ദൈവജനം വായിച്ച് ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ശുദ്ധിയില്ലാത്തതുമായ വേറൊരു ദൈവം കാണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ന്യായപ്രമാണം തരുന്നതിന് മുൻപ് തന്നെ ദൈവം അതിനെ വേർതിരിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഗൗരവമേറിയ വിഷയം
അതിൻ്റെ ലേവ്യ പുസ്തകം തന്നെ 10 മുതൽ 12 വരെ വാക്യങ്ങളിൽ 4 പ്രാവശ്യമാണ് ദൈവം അറപ്പാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കൂ. 41 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകം വായിച്ച് ധ്യാനിക്കുക. പരിശുദ്ധനായ ദൈവത്തിന്റെ തിരുഹിതം തന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അല്പത്തിൽ വിശ്വസ്തനല്ലാത്തവനെ ദൈവം എങ്ങനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും? മാനുഷികമായൊരു പ്രവണതയാണ് നിസ്സാരവൽക്കരിക്കുക. ജോനാഥാൻ വിശപ്പുകൊണ്ട് സഹികേട്ട ഒരു തേൻകെട്ട തിന്നതിന് ജനം കൊടുത്ത വില വളരെ വലുതാണല്ലോ. ശമൂവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 14-ാം അധ്യായത്തിന്റെ 27-43 വാക്യങ്ങൾ ദൈവജനത്തിന് ഓർമ്മയുണ്ടാകുമല്ലോ. അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊന്നാണല്ലോ ആഹാറിന്റെ ചരിത്രവും. താനൊരൽപ്പം സാധനമൊക്കെ ഇഷ്ടം തോന്നി എടുത്തു വെച്ചതിന്റെ ഫലമായിട്ട് ഒരു ജനം മുഴുവൻ കഷ്ടമനുഭവിച്ച ചരിത്രവും തിരുവചനത്തിൽ രേഖപ്പെടുകയും നമുക്ക് കാണാമല്ലോ. അതുപോലെ മർക്കോസ് 7-19 വാക്യത്തിൽ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് യേശു പറഞ്ഞ വാക്യം വെച്ച് പുതിയ തിരുവചന പ്രകാരം എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ഭക്ഷ്യമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്നാൽ ദൈവമക്കളെ ശ്രദ്ധിക്കൂ, ഭോജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം ഭക്ഷിക്കാൻ അനുവദിച്ചിട്ടുള്ളവ മാത്രമേ അതിൽ വരൂ. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 27 മുതൽ 31, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, അതിന് 20-23 വാക്യങ്ങളൊക്കെ വായിച്ചാൽ എന്താഹാരവും കഴിക്കുന്നതിൽ വിലക്കില്ലെന്ന് വേദശാസ്ത്രങ്ങളാൽ തെളിയിക്കാൻ ചിലർ ബന്ധപ്പെടുന്നത് കാണാം. എന്നാൽ യേശു ക്രിസ്തുവോ ശിഷ്യന്മാരോ അശുദ്ധമായതൊന്നും ഭക്ഷിച്ചിരുന്നില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഞാൻ പുസ്തകപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ അതിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാമെന്ന് പറഞ്ഞത്. അതിനകത്ത് 10-ാം അധ്യായത്തിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. കൊർന്നേലിയോസിന് ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുത്തു. പത്രോസിനും ദൈവം ഒരു ദർശനം കാണിച്ചു. അപ്പോൾ ആ ദർശനം, പത്രോസിന് കാണിച്ച ദർശനത്തിന്റെ പ്രസക്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? അതിൻ്റെ 10-ാം അധ്യായത്തില് തുപ്പട്ടിക്കകത്ത് കുറെ മലിനമായ എല്ലാ മൃഗങ്ങളെല്ലാം കാണിച്ചു കൊടുത്തതിന് അർത്ഥം ഞാൻ പത്രോസിനോട് പറയുക. അവിടെ പത്രോസ് കൃത്യമായിട്ട് പറയുന്നു അല്ലേ? അത് പറയുകയാണ് 14-ാം വാക്യത്തിൽ, പുസ്തകപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പത്രോസ് തിരിച്ച് മറുപടി പറയുകയാണ്. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ഈ ശബ്ദം ഇങ്ങനെ പത്രോസ് പറയണമെങ്കിൽ പത്രോസ് ജീവിതത്തിൽ അതുവരെയും ഈ ലേവ്യ പുസ്തകത്തിൽ അശുദ്ധമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ള പക്ഷികളെയോ മത്സ്യങ്ങളെയോ മൃഗങ്ങളെയോ ജന്തുക്കളെയോ ഒന്നും തിന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അത് തന്നെയുമല്ല, യേശു ക്രിസ്തുവിനോടുകൂടി ഏകദേശം 3 വർഷത്തിലധികം പത്രോസ് കൂടെ നടന്നല്ലോ. ആ ശിഷ്യന്മാരാരെങ്കിലുമോ യേശു ക്രിസ്തുവോ ഈ അശുദ്ധമായ ഏതെങ്കിലും ഭക്ഷിച്ചിരുന്നെങ്കിൽ പത്രോസും അത് കഴിക്കാൻ സാധ്യത ഉണ്ടാകുമായിരുന്നല്ലോ. അപ്പൊ പത്രോസ് ഇവിടെ അസന്നിഗ്ധമായി പറയുകയാണ്, കൃത്യമായിട്ട് പറയുകയാണ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ എന്ന് പത്രോസ് കർത്താവിനോട് പറയുമ്പോൾ സത്യമായ കാര്യമല്ലേ പത്രോസ് പറയുന്നേ? അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവും ഈ അശുദ്ധമായ യാതൊരു സാധനവും ഭക്ഷിച്ചിട്ടില്ലെന്നല്ലേ? മറ്റു ശിഷ്യന്മാരും ആരും തിന്നിട്ടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം? വളരെ വ്യക്തമല്ലേ ദൈവമക്കളെ? എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമുക്ക് എല്ലാത്തിലും മാതൃകയായ, സാക്ഷാൽ നമ്മുടെ മാതൃകയായ നല്ല ഇടയൻ ഈ അശുദ്ധമായതൊന്നും തിന്നാൻ സമ്മതിച്ചിട്ടില്ല, തിന്നിട്ടുമില്ല. ശിഷ്യന്മാരെയും തിന്നാൻ അനുവദിച്ചിട്ടില്ല, അവരും തിന്നിട്ടില്ല. പത്രോസിന്റെ വാക്കിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. അതിന്റെ അർത്ഥം യഹൂദ മര്യാദയാണെന്ന് ചിലർ പറയും, അതിന് വ്യാഖ്യാനി തള്ളിക്കളയും. തിന്നാൻ വെപ്രാളമുള്ളവർ ഈ എന്ത് കിട്ടിയാലും അതിനെ വ്യാഖ്യാനിച്ച് എന്താ പറയുക, അശുദ്ധിയുള്ളതിനെ ശുദ്ധമാക്കുന്ന പ്രവണത അത് പിശാചിന്റെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ദൈവത്തെ ഭയപ്പെടുന്ന, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ദൈവജനം ദയവ് ചെയ്ത് ഈ പുതിയ നിയമത്തിലെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വെച്ച് അശുദ്ധമായതൊന്നും തുടരുത് എന്ന് ദൈവം കൽപ്പിച്ച വാക്യത്തിന്റെ അർത്ഥം ഗ്രഹിച്ച് ഇത്തരത്തിലുള്ള ദൈവം നിഷേധിച്ചിട്ടുള്ള, ദൈവം അശുദ്ധമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള മൃഗങ്ങളുടെയോ മത്സ്യങ്ങളുടെയോ പക്ഷികളുടെയോ ജന്തുക്കളുടെയോ മാംസം ഒരു കാരണവശാലും തിന്ന് തങ്ങളെ തന്നെ അശുദ്ധമാക്കരുത് എന്ന് വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്.
അത് തിന്നാമെന്ന് പറയുന്നത് പൈശാചികമാണ്, ദുരുപദേശമാണ്, മനുഷ്യനെ വഞ്ചിക്കുകയാണ്. തന്ത്രപൂർവ്വം ഹവ്വായെ ചതിച്ചതുപോലെ തന്നെ നമ്മളെയും വഞ്ചിക്കാൻ വേണ്ടി പിശാചെടുക്കുന്ന കെണിയ. ഈ മൃഗങ്ങളെ ഒന്നും, ഈ തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചതിനെ ഒന്നും പിന്നത്തേതിൽ അത് തിന്നാമെന്ന് തെളിയിക്കുന്ന നിലയിൽ ദൈവം തെളിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് ആ നിലയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് ഭക്ഷിക്കാനോ തിന്നാനോ പാടില്ല എന്നാണ് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇനി മറിച്ചാർക്കെങ്കിലും തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഏതായാലും ഈ ഗൗരവമേറിയ വിഷയം അതിൻ്റെ പ്രാധാന്യത്തോടെ കാണണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ഭക്ഷിക്കാവുന്നതും ഭക്ഷിക്കാൻ പാടില്ലാത്തതുമായ വിശുദ്ധിക്ക് ചേരാത്ത അനുഭവങ്ങൾ തിരിച്ചറിയും ദൈവജനം ശ്രദ്ധയോടെ മുന്നേറണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ തന്നെ അതിൻ്റെ 15-ാം വാക്യത്തില് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ശുദ്ധവും അശുദ്ധവും തമ്മിൽ ഭക്ഷണകാര്യത്തിൽ വ്യത്യാസമില്ലെന്ന് വാദിക്കുന്നു. ഇവിടെ ഈ ദർശനത്തിന്റെ പൊരുൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവൂല്ലേ? ദൈവം കാണിച്ചു കൊടുത്ത ദർശനത്തിന്റെ പൊരുൾ എന്താ? ജാതികളെയും ദൈവം സ്നേഹിക്കുന്നു എന്നും അവരും രക്ഷിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നും പത്രോസിന് ബോധ്യപ്പെടുത്താനാണ്. അല്ലാതെ അശുദ്ധമായതൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടു പിന്നെ തിന്നാം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ല. അല്ലേ? വളരെ കൃത്യമാണ്. ജാതികളെയും ദൈവം സ്നേഹിക്കുന്നു, അവരുടെ അടുക്ക പോകണം, അവരുമായി ബന്ധപ്പെടണമെന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത ഒരു ദർശനം എന്ന് അതിനെ കാണാൻ പറ്റുള്ളൂ. അതിനപ്പുറമുള്ള ചിന്തകളൊക്കെ പൈശാചികമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗലാത്യർ 2:12 പത്രോസ് ജാതികളോടുകൂടെ തിന്നു പോന്നു എന്ന പ്രയോഗം കാണാം. അതിന്റെ അർത്ഥം അശുദ്ധമായതെന്തോ തിന്നുവെന്നല്ലല്ലോ. കർത്താവ് ശിഷ്യന്മാരോ ഈ ഒരു നിഷിദ്ധമായ ആഹാരങ്ങളൊന്നും കഴിച്ച് തങ്ങളെ തന്നെ അശുദ്ധമാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയുമല്ല, നമുക്ക് ലഭിക്കുന്ന എത്രയോ ഫലങ്ങളും പഴവർഗ്ഗങ്ങളും വിഷലിപ്തമാകുന്നത് ആഹാരത്തിൽ പെടുത്താതെ നമ്മൾ മാറ്റി നിർത്തുന്നു. ഉദാഹരണത്തിന് ഒതളങ്ങ, മാമ്പിൻ കൂണ്, തേരട്ട തുടങ്ങിയവ ഭക്ഷിക്കാറില്ലല്ലോ. ഇനി അശുദ്ധമായ ഭക്ഷണം കഴിച്ചു എന്ന് കരുതി ഏവരായും നിഷേധിക്കുമെന്ന് പറയാൻ എനിക്ക് ധൈര്യം പോരാ. അശുദ്ധമായ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമവും ദൈവഹിതവും എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ദൈവപ്രസാദത്തിന് നല്ലത് അങ്ങനെയാണ്. ഈ ആവശ്യമില്ലാത്ത ദുർവ്യാഖ്യാനങ്ങൾ നടത്തി മനുഷ്യനെ വഞ്ചിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ വാക്യങ്ങൾ ദൈവജനം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ 1 മുതൽ 47 വാക്യങ്ങൾ, ലേവ്യ പുസ്തകത്തിൻ്റെ 20-25-26 വാക്യങ്ങൾ, അതുപോലെ ആവർത്തന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ 1 മുതൽ 20 വാക്യങ്ങൾ ദൈവജനം വായിച്ച് അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ കണ്ടെത്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമേ എന്ന് പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. വേർപാടെന്ന് പറയുമ്പോൾ പ്രധാനമായും പാപത്തോടും പാപ സാഹചര്യങ്ങളോടും അറിഞ്ഞിരിക്കണമെന്നും കൂടി അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ സഹജീവികളുമായ സഹവാസവും സഹകരണവും അത്യാവശ്യമാണ്. അവരുമായി ഇടപെടണം, ബന്ധപ്പെടണം. പക്ഷേ അവരുടെ ഈ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വചനവിരുദ്ധമായ ചടങ്ങുകൾക്കും ഇടപാടുകൾക്കും ഒരു തരത്തിലും പരോക്ഷമായ പരോക്ഷമായ സഹകരിക്കരുത്. അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ തെറ്റായ ആരാധനാ രീതികളെയും ആരാധനാനുഷ്ഠാനങ്ങളെയും പൂർണ്ണമായി ഒഴിഞ്ഞു മാറണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ വേർപാടിൻ്റെ അനുഭവം ഗൗരവമായി കണ്ട് ദൈവജനം അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ, വിശുദ്ധനായ ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് നമ്മുടെയും ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ ആവോളം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനായി സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം പിന്നീട് കേൾക്കാം.